പൊങ്ങച്ചൻ കാണിച്ചതൊന്നുമല്ല മോളെ. ഇംഗ്ലീഷിൽ ആക്ഷേപിച്ചപ്പോ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കണമെന്ന് തോന്നി. കുടുംബത്തിൽ പിറന്നതിന്റെ ആത്മാഭിമാനം കൊണ്ടാ. നിർത്ത്. ഒരാത്മാഭിമാനം അതുണ്ടായിരുന്നെങ്കിലേ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുമായിരുന്നോ? നീ ഒന്ന് മതിയാക്ക്. അമ്മ കാണിച്ചത് അവിവേകാണെങ്കിൽ ഞാനതിന് മാപ്പ് ചോദിക്കാം. അങ്ങനെ മാപ്പ് ചോദിച്ച് ഒതുക്കാനൊന്നും നോക്കണ്ട. എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ എന്നെ തരം താഴ്ത്തി ഈ തള്ള അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അടുക്കള പണിയൊക്കെ ഇനി മതി. മാർക്കറ്റിൽ പോയി പച്ചക്കറിയും മീനും ഒക്കെ വാങ്ങാനുണ്ട്. ഹരിതേ, അമ്മ ഇതുവരെ മാർക്കറ്റിലൊന്നും പോയിട്ടില്ല. മാത്രമല്ല അമ്മയ്ക്ക് ഇവിടെ നിന്ന് നല്ല പരിചയവുമില്ല. ഇങ്ങടുക്ക് മാർക്കറ്റിൽ ഞാൻ പോയിട്ട് വരാം. വേണ്ട, അമ്മ തന്നെ പോവും. നീ കൂട്ടും പോണ്ട. മേലനങ്ങി വിയർത്താലേ തള്ളയുടെ അഹങ്കാരം ഒന്ന് കുറയത്തുള്ളൂ. കാട്ടിത്തന്ന ഫലം പറയാലോ. അതിനല്ലേ ജോത്സ്യനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ജഗന് കടുത്ത മൃത്യുദോഷമുണ്ട്. പ്രശ്നവശാൽ കാണുന്ന ദോഷഫലങ്ങളാണ് പറഞ്ഞത്. മൃത്യു ഭവിക്കേണ്ടതായ ഒരു സംഭവം അടുത്ത കാലത്ത് തന്നെ നടന്നു. പക്ഷേ അത് ജഗന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ദൈവാധീനം കൊണ്ട് മരണം വഴിമാറിപ്പോയിന്ന് തന്നെ പറയാം. വഴിമാറിപ്പോയ മരണം ജഗന്റെ ആയുസിന് വേണ്ടി പതിയിരിക്കുകയാണെന്നുള്ള സത്യം അവഗണിക്കാവുന്നതല്ല. മരണോ? ജഗനോ? അതെ. ജോത്സരെ, ജഗൻ വിവാഹിതനാ. ഈ നിൽക്കുന്ന വന്ദനയാ ഭാര്യ. ഈ വീട്ടിലെ പ്രിയപ്പെട്ട മകനാണ് ജഗൻ. കുട്ടി, ഞാൻ പറയുന്നത് കള്ളപ്രവചനമാണെന്ന് കരുതി അവഗണിക്കരുത്. ശാസ്ത്രീയ വിധിപ്രകാരമുള്ള ഫലങ്ങളാണ് ഞാൻ പറയുന്നത്. കുട്ടിക്ക് ഇതിലൊന്നും വിശ്വാസമില്ലേ? മരണം പതിയിരിക്കുന്ന ജീവിതം, അതിനേക്കാൾ വലിയൊരു സമയദോഷം ജഗൻ ഉണ്ടാകാനില്ല. അത് കേട്ടിട്ടും കുറുപ്പിനെ പോലെ ഒലയാത്ത മനസ്സാണോ സുമലത നിനക്കുള്ളത്? അല്ല, ജഗന്റെ ദോഷം തീരാനുള്ള പരിഹാര കർമ്മങ്ങൾ എന്താന്ന് വെച്ചാ നടത്തണം. എന്റെ കുഞ്ഞിന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യണം. ഭർത്താവിന്റെ ജീവനിൽ ഭാര്യയ്ക്ക് തോന്നാത്ത ഉത്കണ്ഠ മകന്റെ കാര്യത്തിൽ പെറ്റമ്മയ്ക്ക് തോന്നിയല്ലോ. ഹോ, ആശ്വാസം. വീട്ടിൽ ചെന്നപ്പോ അച്ഛൻ പുറത്തുപോയെന്ന് പറഞ്ഞു. എന്റെ സംരക്ഷണയിൽ കഴിയുന്ന ആളല്ലേ അച്ഛൻ. എനിക്കാണെങ്കിൽ ഇരിപ്പുറച്ചില്ല. അതാ അച്ഛനെ തേടി ഇറങ്ങിയത്. എടാ, ചന്ദ്രനെ പെട്ടെന്ന് കാണണമെന്ന് തോന്നിയപ്പോ എനിക്ക് ഇരിപ്പുറച്ചില്ല. അവളെ കാണാനായി മനോജിന്റെ വീട്ടിലേക്ക് വന്നതാ. അപ്പൊ അതേ വഴി വെച്ച് കണ്ടുമുട്ടി. നന്നായി, അമ്മയെ കണ്ടല്ലോ. നിങ്ങൾക്ക് കാര്യമായി
വിശേഷങ്ങൾ പറയാനും സമയം കിട്ടി അല്ലേ? ഇനി പോവാ, വണ്ടിക്ക്. പോകാനോ? ഇവിടം വരെ വന്നിട്ട് മനോജിന്റെ വീട്ടിൽ കയറി അവരെ കാണാതെ പോകുന്നത് മര്യാദയാണോ മോനെ? പിന്നെ മര്യാദ. അച്ഛനെ അപമാനിക്കുകയും താറടിച്ച് കാണിക്കുകയും ചെയ്തവരാ ഹരിതയും മനോജുമൊക്കെ. ആ വീട്ടിൽ അച്ഛൻ ഇനി കാലുകുത്താൻ പാടില്ല. മകൻ എന്ന നിലയില് അച്ഛനെ നീ അപമാനിച്ചിട്ടുണ്ട്, കൊച്ചാക്കിയിട്ടുമുണ്ട്. എന്നിട്ടും നിനക്കൊപ്പം അല്ലേ ഞാൻ താമസിക്കുന്നത്? എടാ, മനോജിന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോകാനെങ്കിലും. അങ്ങനെ എന്നെ ധിക്കരിച്ച് അങ്ങോട്ട് പോകാനാണ് തീരുമാനമെങ്കിലേ ആയിക്കോ. പിന്നെ പിന്നെ വീട്ടിലേക്ക് വരണമെന്നില്ല. അതുവേട്ട, വയസ്സാകുമ്പോ അച്ഛനമ്മമാര് കുട്ടികളെ പോലെ പെരുമാറണമെന്നാ പറയുന്നത്. പ്രകാശിനെ അനുസരിക്ക്. നല്ല കുട്ടിയായി വീട്ടിലേക്ക് പോകും അതുവേട്ട. ചന്ദ്രു, ഞാൻ നിന്നെ നല്ലതുപോലെ ഒന്ന് കണ്ടതുപോലും ഇല്ല. അതൊന്നും സാരമില്ല മധുവേട്ട. ഇപ്പൊ നമ്മളെല്ലാം സഹിക്കാൻ പഠിച്ചില്ലേ? എന്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മകനായി ഇവൻ. അമ്മയെ കണ്ടിട്ട് അമ്മയ്ക്ക് സുഖാണോന്നൊരു വാക്ക് പോലും. അമ്മേ, അമ്മ നിൽക്കുന്നത് മനോജിന്റെ കൂടെയല്ലേ? അമ്മ പ്രസവിച്ച ഇളയ മകന്റെ കൂടെ. അവിടെ അമ്മയ്ക്ക് സുഖമാണെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതാ ഔപചാരികമായ ആ ചോദ്യം ഞാൻ ഒഴിവാക്കിയത്. അതെ, എനിക്കൊരല്പം തിരക്കുണ്ട്, പിന്നെ കാണാം. അച്ഛൻ വന്ന് വണ്ടി കയറി. ഇല്ല, ചന്ദ്രുവിനെ ഇവിടെ വഴിയിൽ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് വരാൻ പറ്റില്ല. നീ പൊയ്ക്കോ. ഞാനേ ചന്ദ്രുവിനെ മനോജിന്റെ വീട്ടിലാക്കിയിട്ടേ വരുന്നുള്ളെന്ന്.